ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നീറ്റ് 2025 ഡ്രസ് കോഡിനെ കുറിച്ച് മിസ് ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ നമ്മൾക്ക് അടുത്ത കൺസേൺ ഉള്ള കാര്യം ഡ്രസ് കോഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ ഹെയർ സ്റ്റൈൽസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൻഡ് ഓൾസോ എന്തൊക്കെയാണ് എക്സാം ഹോളിൽ അലൗഡ് ആയിട്ടുള്ളത്, നമ്മുടെ ഡ്രസ് കോഡും പിന്നെ നമ്മൾ ക്യാരി ചെയ്യുന്ന ആക്സസറീസിലൊക്കെ എന്താണ് അലൗഡ് ആയിട്ടുള്ളത്, എന്താണ് അലൗഡ്, എന്തൊക്കെയാണ് അലൗഡ് അല്ലാത്തത്, ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി തരാനാണ് വന്നത്. ഈ വീഡിയോ മക്കൾ എല്ലാവരും കൃത്യമായി കേൾക്കുക. കാരണം നിങ്ങൾ കൃത്യമായി ലിസൺ ചെയ്താൽ തന്നെ നിങ്ങൾക്കിത് മൾട്ടിപ്പിൾ ടൈംസ് കാണേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾക്കൊക്കെ ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് വേറെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കേണ്ട ആവശ്യവും വരില്ല. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാം. സോ പ്ലീസ് ലിസൺ ടു മീ കെയർഫുള്ളി. നീറ്റ് എക്സാം ഹാളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സ്പെക്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കോൺടാക്ട് ലെൻസ് ഇടുന്നവരാണെങ്കിൽ അത് എക്സാം ഹാളിൽ അലൗഡ് ആണ്. ഇനി സ്പെക്സിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അലൗഡ് അല്ല, അതിന് പ്രശ്നം ഉണ്ടാകും. ഹിയറിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാം. അപ്പോൾ എക്സാം ഹാളിൽ ചെല്ലുന്നതിന് മുമ്പ് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹിയറിംഗ് എയ്ഡ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ആൻഡ് ഇറ്റ് ഈസ് അലൗഡ്. ഓക്കെ. ഇനി എന്തെങ്കിലും സ്പെസിഫിക് കാരണങ്ങൾ കൊണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് നിങ്ങളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോമൺ ടൈപ്പ് അല്ലാത്ത ഒരു ഹിയറിംഗ് എയ്ഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള നിങ്ങളുടെ സപ്പോർട്ടിംഗ് മെഡിക്കൽ ഡോക്യുമെന്റ് നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ബ്രേസേഴ്സ് ഇടുന്നവർ, അതായത് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അലൗഡ് ആണ്. പല ടൈപ്പ് ഓഫ് ബ്രേസേഴ്സ് ഉണ്ട്. ഏത് ടൈപ്പ് ആണെങ്കിലും ഇറ്റ് ഈസ് അലൗഡ്, നോ പ്രോബ്ലം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രാക്ചറോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വന്ന് കയ്യിൽ പ്ലാസ്റ്ററോ സ്പ്ലിൻറ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സാം ഹോളിൽ അലൗഡ് ആണ്. ജസ്റ്റ് ദാറ്റ് സപ്പോർട്ടിംഗ് മെഡിക്കൽ ഡോക്യുമെന്റ് കയ്യിൽ കരുതുക. നിങ്ങൾക്ക് ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് തരും, ഇന്ന റീസൺ കൊണ്ട് ആണെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തതിൻ്റെയോ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് കയ്യിൽ കരുതുക. ഇൻ കേസ് ഓഫ് എമർജൻസി നിങ്ങൾക്ക് അത് കാണിക്കാം. പിന്നെ പെർമനന്റ് ടാറ്റൂസ് ഉള്ളവർ, മിസ്സിനൊക്കെ ഉള്ളതുപോലെ പെർമനന്റ് ടാറ്റൂസ് ചെയ്തിട്ടുള്ളത് നമുക്കിപ്പം എക്സാമിന് വേണ്ടി റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെർമനന്റ് ടാറ്റൂസ് അലൗഡ് ആണ്. പക്ഷേ പ്ലീസ് മേക്ക് ഷുവർ നിങ്ങളുടെ പെർമനന്റ് ടാറ്റൂസിൽ നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡ്രസ്സിലൂടെയോ എന്തെങ്കിലൂടെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാം. അല്ലെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് നോർമൽ ടാറ്റൂസ് ഒക്കെ അലൗഡ് ആണ്, നോ പ്രോബ്ലം. പിന്നെ കസ്റ്റമറി ഡ്രസ്സ് ഇട്ട് പോകുന്നവർ, ഓൾറെഡി മിസ് കോസ്റ്റ്യൂമിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കസ്റ്റമറി ഡ്രസ്സ് നിങ്ങൾക്ക് ഇട്ട് പോകാം. പല തരത്തിലുള്ള അബായാസും ബുർഖാസും പർദാസും ഇടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള യൂസ് ചെയ്താലും കുഴപ്പമില്ല. അതിന് നിങ്ങൾ എക്സാം ഹാളിൽ 2 hours മുമ്പ് റിപ്പോർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ചിലരുടെ കസ്റ്റമറി വെയറിൽ കാലൊക്കെ ഫുള്ള് കവർ ചെയ്യുന്നവരുണ്ട്. ചിലരുടെ കസ്റ്റമറി വെയറിൽ ഫേസ് മുഴുവൻ കവർ ചെയ്ത് ഐസ് മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പോൾ എക്സാം ഹാളിൽ അങ്ങനെ ഒരു ഭയങ്കരമായ നിബന്ധന ഉണ്ടാവില്ല ഈ വർഷം മുതൽ എന്നാണ് കേൾക്കുന്നത്. സോ പ്ലീസ് റിപ്പോർട്ട് ഏർലി ആൻഡ് യു ക്യാൻ മേക്ക് ഇറ്റ് ക്ലിയർ ടു ദി എക്സാമിനർ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കസ്റ്റമറി വെയർ ഇട്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ അവർ കൃത്യമായി ചെക്ക് ചെയ്യും. കസ്റ്റമറി വെയർ പറയുമ്പോൾ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പം നൺസ് ഒക്കെ ഉണ്ടാകും, അങ്ങനെയുള്ളവർ സാരി ഉടുക്കുന്നവരുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ സാരി ഉടുത്ത് പോവാം, അതിന് കുഴപ്പമൊന്നുമില്ല. അഗെയിൻ പ്ലീസ് റിപ്പോർട്ട് ഏർലി ഇൻ ദി എക്സാം ഹോൾ. പിന്നെ നൺസ് ഒക്കെ കസ്റ്റമറി വെയറിൻ്റെ കൂടെ നിങ്ങൾക്ക് ബെൽറ്റ് ഉള്ളവരുണ്ടാകും, മെറ്റൽ ബെൽറ്റ് ഉള്ളവരുണ്ടാകും, അല്ലെങ്കിൽ റോസറി ഇടുന്നവരാണെങ്കിൽ വലിയ മെറ്റലിൻ്റെ ഒക്കെ ആണെങ്കിൽ അപ്പോൾ അത് ഒന്ന് നേരത്തെ പോയി റിപ്പോർട്ട് ചെയ്ത് ചെക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് മലയാളത്തിന് ആപ്ലിക്കബിൾ അല്ല, എന്നാലും ഇപ്പം നോർത്ത് ഇന്ത്യൻ കസ്റ്റംസിൽ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നമ്മുടെ കൂടെ എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു കസ്റ്റമറി വെയർ ഉണ്ട്. അവർ എസ്പെഷ്യലി പഞ്ചാബീസ്, അവർ ഒരു നൈഫ് പോലത്തെ ഒരു സംഭവം ഉണ്ട്, അവരുടെ കസ്റ്റമറി വെയറിൻ്റെ ഭാഗമാണത്. അപ്പോൾ ചിലരത് കൊണ്ടുപോകുന്നവരുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫിൻ്റെ ഭാഗമായി നിങ്ങൾ എപ്പോഴും ഇടുന്നവരുണ്ടെങ്കിൽ അഗെയിൻ ഇഫ് യു ക്യാൻ അവോയ്ഡ് ക്യാരിങ് ഇറ്റ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേ, അതൊന്ന് ശ്രമിക്കുക. ഇല്ലെങ്കിൽ എക്സാം ഹോളിലേക്ക് അത് കൊണ്ടുപോവാം. നിങ്ങളുടെ ശരീരത്തോടനുബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ. പിന്നെ ചിലർ മറ്റേ രക്ഷ അങ്ങനെയുള്ളതൊക്കെ കെട്ടിയിട്ടുള്ളവരുണ്ടാകും. ചിലർ ALSകൾ ഇടുന്നവരുണ്ടാകും. നിങ്ങൾ നെക്കിലോ കയ്യിലോ ഈവൻ വേസ്റ്റിലോ ഒക്കെ ഇടുന്നവരുണ്ടാകും. അപ്പോൾ മെറ്റൽ ഡിറ്റക്ഷൻ അവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മിസ് പറയുന്നത് അഗെയിൻ നേരത്തെ എത്തുക, അവരോട് സത്യസന്ധമായിട്ട് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിനറിൻ്റെ അടുത്ത് പറയുക. ഓക്കെ, യെസ്. പിന്നെ എന്തൊക്കെയാണ് അലൗഡ് അല്ലാത്തത്? കോയിൻസ്, പോക്കറ്റിൽ കോയിൻസ് അങ്ങനെയൊന്നും അലൗഡ് അല്ല. പോക്കറ്റിൽ ഒന്നും ക്യാരി ചെയ്യാണ്ടിരിക്കുക. പോക്കറ്റ് ഇല്ലാത്ത പാൻറ്റൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് നല്ലത്. പോക്കറ്റ് ഉള്ള പാൻറ്റ് ഇടുകയാണെങ്കിൽ കോയിൻസ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഫോൺസ് അലൗഡ് അല്ല. നിങ്ങൾ പെന്ന്, റൈറ്റിംഗ് പാഡ് ഇതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പെന്നൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ പെൻസിൽ പൗച്ച് അലൗഡ് അല്ല. ആൻഡ് സൺ ഗ്ലാസസ് ഇതൊന്നും എക്സാം ഹാളിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നവർ പറയുന്നുണ്ട്. ഗേൾസ് എസ്പെഷ്യലി വള, ബ്രേസ്ലെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ബോയ്സ് ബാൻഡ്സ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ്സ് ഇടുന്നവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. വാച്ചസ്, ഡിജിറ്റൽ വാച്ചസ് ആർ നോട്ട് അലൗഡ്. അപ്പം അത് വാച്ച് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ എക്സാം ഹാളിൽ എന്താണെങ്കിലും ഒരു ക്ലോക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ എക്സാമിനർ നിങ്ങൾക്ക് ടൈം അനൗൺസ് ചെയ്യും. അപ്പോൾ വാച്ച്, ഡിജിറ്റൽ വാച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഐ വാച്ച് ഇതൊന്നും അലൗഡ് അല്ല. പിന്നെ ഹെൽത്ത് ബാൻഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലൗഡ് അല്ല, അതൊന്നും ഇടരുത്. ഓർണമെന്റ്സ്, ജ്വല്ലറി അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ പറയുക. ആ ഒരു ദിവസത്തേക്ക് നിങ്ങൾ റിങ്സും ഇയർ റിങ്സും ഒക്കെ റിമൂവ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ആൻഡ് ഇയർഫോൺസ്, ഒരു രീതിയിലുള്ള ഇയർഫോൺസും എക്സാം ഹാളിൻ്റെ ഉള്ളിൽ കയറ്റില്ല. കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാകും. നിങ്ങൾ എപ്പോഴും ഇയർപോഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ, ഇയർഫോൺസ് വെക്കുന്നവരാണെങ്കിൽ മേക്ക് ഷുവർ എക്സാം ഹാളിന് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. നിങ്ങളുടെ പോക്കറ്റിലോ എവിടെയും ഇത് ഉണ്ടാവാൻ പാടില്ല. വാട്ടർ ബോട്ടിൽസ് ഉള്ളിലേക്ക് കയറ്റണ്ട. ഇനി ഇൻ കേസ് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ വേണം നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, അതായത് വേറെ കളേഴ്സോ പ്രിൻസോ ഒന്നും ഇല്ലാത്ത ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ വിത്ത് വെള്ളം നിങ്ങൾക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാം. അതിന് അവർ പെർമിഷൻ തരും. മെഡിക്കേഷൻസ് എടുക്കുന്നവരാണെങ്കിൽ, ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള മക്കളുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇപ്പം എന്താ പറയുക പ്രഗ്നൻറ്റ് വുമൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പീരിയഡ്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഭയങ്കര പെയിൻ വരുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് ടാബ്ലറ്റ് എടുത്തേ പറ്റൂ എന്നുള്ള ഒരു കണ്ടീഷൻ ഉള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ അതിന് സപ്പോർട്ടിങ് മെഡിക്കൽ ഡോക്യുമെന്റ് കൊണ്ടുപോവുക. ആ മെഡിക്കേഷൻ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ കയ്യിൽ മെഹന്തി, ഹെന്ന, ഗേൾസ് എന്തെങ്കിലും വെഡ്ഡിങ്സോ ഫംഗ്ഷനോ ഒക്കെ ഇതിന് മുമ്പ് ഉണ്ടെങ്കിൽ ഈ മെഹന്തി ഒക്കെ ഇടുന്നതൊന്ന് അവോയ്ഡ് ചെയ്യുക. നെയിൽ പെയിൻസും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഫോർ ദി എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അൺനെസസറി ടെൻഷൻ ഒഴിവാക്കാനായിട്ട് ഇതൊന്നും ഇടരുത്. പിന്നെ ഹെയർ കളർ ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല. ഹെയർ കളറിംഗ് ഒക്കെ അലൗഡ് ആണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാൽക്കുലേറ്റേഴ്സ്, ഒരു രീതിയിലുള്ള കാൽക്കുലേറ്റേഴ്സും അലൗ ചെയ്യില്ല. ലോക്ക് ടേബിൾസ് ഇതൊന്നും അലൗഡ് അല്ല. അപ്പോൾ അതൊന്നും എക്സാം ഹാളിലേക്ക് കൊണ്ടുപോവേണ്ട. പിന്നെ മിസ് പറഞ്ഞതുപോലെ ഹെയർ സ്റ്റൈൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗേൾസ് ഒരു പോണിറ്റെയിലൊക്കെ കെട്ടിയിട്ട് പോവുക. മെറ്റൽ ഉള്ള ഒരുപാട് ഡിസൈൻസും ഇതുമൊക്കെ ഉള്ള ഹെയർ ബാൻഡ്സും അങ്ങനെയുള്ള ഭയങ്കരമായിട്ട് ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലിപ്പുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇയർ റിങ്സ് ഞാൻ പറഞ്ഞു, നോസ് റിങ്സ്, അതൊക്കെ മെറ്റൽ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ മെറ്റൽ ഹെയർ ബാൻഡ്സ് അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ബോയ്സ് ആണെങ്കിലും നിങ്ങൾ മുടിയൊക്കെ കെട്ടുന്നവരാണെങ്കിലും സിമ്പിൾ റബ്ബർ ബാൻഡ് വെച്ചിട്ട് മുടി കെട്ടിയിട്ട് പോവുക. അപ്പം ക്യാപ്സ് ഒന്നും അലൗഡ് അല്ല. ഷെയ്ഡ്സ് ഒന്നും ഉള്ളിലേക്ക്, അതായത് സൺഗ്ലാസസ് ഒന്നും ഉള്ളിലേക്ക് അലൗഡ് അല്ല. സാധാരണ നിങ്ങൾ ലെൻസ് ഇടുന്നവരാണെങ്കിൽ കോൺടാക്ട് ലെൻസ്, സ്പെക്സ് അലൗഡ് ആണ്, മിസ് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ അലൗഡ് ആണ് എന്തൊക്കെ അലൗഡ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാം മിസ് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ പേര് ചോദിക്കും മിസ് ലിപ്സ്റ്റിക് ഇടാമോ, മേക്കപ്പ് ഇടാമോ, അതൊക്കെ സിമ്പിൾ കാര്യങ്ങളല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ റെഡി ആയി പോയിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ ഈ ഡ്രസ് കോഡ് മിസ് ഓൾറെഡി ക്ലാരിറ്റി തന്നിട്ടുണ്ട്, നല്ലപോലെ ശ്രദ്ധിക്കുക. ഹെയർ സ്റ്റൈൽസ്, മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കയ്യിൽ കരുതാണ്ടിരിക്കാം. പിന്നെ എനിക്ക് എല്ലാ പ്രാവശ്യവും ബുള്ളറ്റിൽ പറയുന്നതാണ്, നിങ്ങൾ കൊണ്ടുപോകുന്ന ബിലോങ്ങിങ്സ്, നിങ്ങൾ വാല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എക്സാം ഹോളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വെക്കാനോ നിങ്ങളുടെ ബാഗ് അവിടെ വെക്കാനോ ഉള്ള സൗകര്യം ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ അത് NTA അല്ലെങ്കിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ അതിലൊരു റെസ്പോൺസിബിലിറ്റി എടുക്കില്ല. അപ്പം നിങ്ങളുടെ കൂടെ ആരാണോ വരുന്നത് അവരെ നിങ്ങളുടെ ബാഗും കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടാണ് പോവേണ്ടത്. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നവരാണെങ്കിൽ പ്ലീസ് ട്രൈ നോട്ട് ടു ക്യാരി എനിത്തിങ് എക്സ്പെൻസീവ് ആൻഡ് ഓൾ. ഫോണൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പുറത്ത് ആരെങ്കിലും കൂടെയുള്ള ആരെങ്കിലും ഏൽപ്പിക്കുക, അല്ലെങ്കിൽ പരിചയക്കാരെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവേ വഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അലൗഡ് ആയിട്ടുള്ളത്, ബാഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെയുള്ള കമന്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അപ്പം ഐ ഹോപ്പ് ദിസ് ഇൻഫർമേഷൻ വാസ് ഹെൽപ്ഫുൾ. ഗുഡ് ലക്ക്.